സുധീന്ദ്ര കുലദ്രോഹി ഇറങ്ങി വേണ സുധീന്ദ്ര ഒളിച്ചിരിക്കാതെ ഇറങ്ങി വേണ ഇറങ്ങി വരാ സുധീന്ദ്ര. എന്താ മോനെ? നിങ്ങളുടെ മോനെ തേനെ വിളിക്കേട്ട് സുഖിക്കാമെന്നല്ല ഞാൻ. അവൻ എന്തിയാ ഇങ്ങോട്ട് വിളിക്ക്. എന്താ ഉണ്ടായേ? ഉണ്ടാവും. ആ ഒരുമ്പെട്ട ഡോക്ടർ പെണ്ണിന്റെ വയറ്റിൽ ഒരു കുട്ടി ഉണ്ടാവും, നിങ്ങളുടെ മോന്റെ. ആ നായിന്റെ മോളും ഇവിടത്തെ നായിന്റെ മോനും കൂടെ ഒലത്താൻ പോവാത്രേ. മോനെ, നിന്റെ അമ്മയ്ക്കൊത്ത എന്നോട് ഇമാതിരി വർത്താനം പറയില്ലേ? അങ്ങനെ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഒപ്പിക്കണ്ട. കുറെ കാലമായിട്ട് ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ വീടും പറമ്പുമൊക്കെ. മതി. ഈ മുതല് കണ്ടിട്ട് കെട്ടാനും കെട്ടിക്കാനും ഒന്നും നിൽക്കണ്ട ഒരു നായിന്റെ മക്കളും. ഇപ്പോ ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോളാം തള്ളേ മക്കളും. ഇറങ്ങിക്കോളാം. തള്ളയും മക്കളും മാത്രമല്ല, നമ്മളെ രണ്ടാളുടെ തന്തമാരുടെയും പാവൻ രണ്ട് പെങ്ങന്മാരും ഉണ്ട് ഇവിടെ. ഞങ്ങളെ നാട്ടിക്കാൻ നീ കളിച്ച പുതിയ കളി നന്നായിട്ടുണ്ടാ. ഞാനും ഇനിയൊന്ന് ഇറങ്ങി കളിക്കാൻ പോവാ. ഇറങ്ങടാ അവിടെ. ഇറങ്ങാനല്ലടാ പറഞ്ഞ. ഇവൻ ഇന്ന് കൊല്ലൂടാ നിന്നെ. ഇറങ്ങാനാ പറഞ്ഞ. കേസ് കോടതിയില്ല, വിധി വരും. എന്നിട്ടായിക്കോട്ടെ കൂടിയിറക്കലേ. വിധി ഞാൻ തീരുമാനിക്കൂടാ. വിളിച്ച് ശീലിച്ച പേര് മാറ്റി പിടിക്കാൻ പഠിച്ചിട്ടില്ല വിജയേട്ടാ. നിങ്ങൾക്കിപ്പൊ ഞാൻ നായിന്റെ മോനാണല്ലേ. എന്റെ അച്ഛൻ നായാണെങ്കിൽ എന്റെ വലിയച്ഛൻ വിജയേട്ടന്റെ അച്ഛനും അതാണല്ലോ. ഒരമ്മ പറ്റ മക്കളല്ലേ. വേണ്ട വേണ്ട വിജയേട്ടാ, നമ്മൾ തമ്മിൽ ഇത് വേണ്ട. ജയിക്കൂല, തോക്കുള്ളൂ രണ്ടാളും. നമ്മൾ രണ്ടാളും അല്ല, നമ്മുടെ അച്ഛന്മാര്. അവരെ തോപ്പിക്കണോ? വേണ്ടി വന്ന ഞാൻ ആരെയും തോപ്പിക്കൂടാ. തോറ്റു തന്നവനാണ് ഞാൻ. ഒരുപാട് ഒരുപാട് തോറ്റു തന്നവനാണ് ഞാൻ. ഭൂമിയോളം തോറ്റു തന്നവൻ. ഇനി തോപ്പിക്കാൻ നോക്കിയ അമ്മേ. അതെ, അമ്മ തന്നെ. നിനക്ക് മാത്രമല്ല, ഇവനും അമ്മയാണ് ഞാൻ. അവനത് വേണ്ട അത്രേ. നിനക്ക് വേണോ നിന്റെ തള്ളയെ? വേണ്ടെങ്കിൽ തീർത്തോളാം. ഒരു മുട കയറില് ഒക്കെ തീർത്തോളാം അമ്മ. മക്കളുടെ ചോരയിൽ ചവിട്ടി നടക്കാൻ വയ്യ എന്റെ പൊന്നു മക്കളെ. അയ്യോ, മണ്ണിന് വേണ്ടി മരിക്കണ്ട. മരിച്ചവർക്കാർക്കും പിന്നീട് ഒരുപാട് മണ്ണ് വേണ്ടി വന്നിട്ടുമില്ല. ഏറിയാൽ 6 അടി. ഞങ്ങൾ ഇറങ്ങിക്കോളാം.